ലോകത്ത് പലതരത്തിലുള്ള അച്ഛനമ്മമാരുണ്ട്. അതിൽ ചില അച്ഛന്മാരുണ്ട് ഒരു ലേറ്റർ സ്റ്റേജ് ഓഫ് ദ ലൈഫിൽ ഈ സ്വന്തം അച്ഛൻ സ്ഥാനം രാജിവെച്ച് പോകുന്ന അച്ഛന്മാരുണ്ട്. പിന്നെ അവർക്കൊന്നും ആ പർട്ടിക്കുലർ ആളുടെ അച്ഛനായിട്ടിരിക്കാൻ താല്പര്യമില്ല അത്രേ. ഇതിന് പിന്നിൽ നമ്മൾ വിചാരിക്കും ആ മറ്റേ ആൾ എന്തോ മോശമായ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ അവർ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അവർ നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാത്ത ആൾക്കാരായിരിക്കും ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു അനുസരണ ഇല്ലാത്തതോ മോശമായ വഴികളിൽ കൂടി സഞ്ചരിച്ച ആൾക്കാരാണ്. ഒരിക്കലുമല്ല. ഈ പറയുന്ന വ്യക്തി ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ജീവിതത്തിൽ അച്ഛനമ്മമാർ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുകയും നല്ലവണ്ണം വിദ്യാഭ്യാസം നേടി നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന മക്കൾ തന്നെയാണ്. പക്ഷേ ഇതിൽ ചിലരോട്, അതായത് എല്ലാ മക്കളുടെയും അച്ഛൻ സ്ഥാനമല്ല, ഇതിൽ പർട്ടിക്കുലർ ഒരാളുടെ അച്ഛൻ സ്ഥാനം മാത്രം രാജിവെച്ച് പുള്ളി പോകുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈ മറ്റേ വ്യക്തിയോടുള്ള അതിതീവ്രമായ സ്നേഹമാണ് വരുന്നത്. അതൊരു ഒബ്സഷൻ ലെവലിലേക്ക് വരുന്നതാണ്. ഈ രണ്ടോ അതിൽ കൂടുതൽ മക്കളോ ഉള്ള ഈ അച്ഛനമ്മമാർക്ക് സ്വാഭാവികമായും ഏതെങ്കിലും ഒരാളോടോ അല്ലെങ്കിൽ രണ്ടാൾക്കാരോടോ അമിതമായ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഈ ചിലരോടുള്ള സ്നേഹം കാലം കയറും തോറും നമ്മൾ വിചാരിക്കും അവർക്ക് ബോധം വരും, അവരത് നോർമലൈസ്ഡ് ആകുന്നു. പക്ഷെ അല്ല, കാലം കഴിയും തോറും ഈ ഒബ്സഷൻ കൂടി വന്ന് അതൊരുമാതിരി തലയ്ക്ക് പിടിച്ചിട്ട് അവരുടെ നോർമൽ ബാലൻസ് തെറ്റുന്നു. എന്നിട്ട് അവർ ചെയ്തു കൂട്ടുന്നത് ശരിക്കും നമ്മൾ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ പല ക്രിമിനൽ ആക്ടിവിറ്റി വരെ ചെയ്യുന്ന ഈ അച്ഛനമ്മമാരുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഈ അച്ഛന്മാർക്ക് ഈ ഒബ്സഷൻ വന്നു കഴിഞ്ഞാൽ ഈ ക്രൈം ലെവലിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് അച്ഛൻ എന്നുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് പല കാര്യങ്ങളും ഇവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവസാനം നൈസായിട്ട് ഇവരെ അങ്ങ് തേക്കുക. അതാണ് സംഭവിക്കുന്നത്. അത് ഫൈനാൻഷ്യൽ കാര്യമായിരുന്നാലും അല്ലാത്ത കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ഈ ഒരാളുടെ ഇതിൽ നിന്നും ഇതെടുത്തിട്ട് നൈസായിട്ട് അത് അപ്പുറത്തേക്ക് ഫണൽ ചെയ്ത് കൊടുക്കുക. അതാണ് രാജിവെച്ച് പോകുന്ന അച്ഛന്മാരുടെ പ്രതിഭാസം.